പഹൽഗാം ആക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളും കാശ്മീരിന്റെ മുഖ്യധാരയിലേക്കുള്ള തിരിച്ചുവരവും കണ്ട് സഹിക്കാതെ സിപിഎം നേതാക്കളുടെ കുത്തിത്തിരിപ്പ് പുറത്തുവരികയാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവുമായി ശ്രീനഗറിൽ സിപിഎം കൺവെൻഷൻ നടന്നു. ഭരണഘടനാ അവകാശങ്ങളുടെ പുനഃസ്ഥാപനം എന്ന വിഷയം ഉയർത്തിയാണ് സിപിഎം ജമ്മു കാശ്മീർ ഘടകം പ്രത്യേക കൺവെൻഷൻ നടത്തിയത്. സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബിയും കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള പ്രതിനിധി സംഘങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കണമെന്നും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ മൂന്നാമതൊരു രാഷ്ട്രത്തെ ഉൾപ്പെടുത്തരുത് എന്നും തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉയർന്നു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യത്തിലേക്ക് മിക്ക രാഷ്ട്രീയ പാർട്ടികളും ചുരുങ്ങവെയാണ് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം സിപിഎം ഉയർത്തിയിരിക്കുന്നത്. കാശ്മീർ താഴ്വരയിൽ അടുത്ത കാലത്ത് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നത് അപൂർവമാണ്. ലാൽസലാം വിളികളോടെ ആരംഭിച്ച യോഗം കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. ഇതിന് നേതൃത്വം നൽകിയത് എം.എ. ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് വിശ്വാസവഞ്ചനയാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി പറഞ്ഞു. പ്രത്യേക പദവി എടുത്തുകളഞ്ഞതുമൂലം കാശ്മീരിൽ സമാധാനവും വികസനവും കൊണ്ടുവന്നു എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാദത്തെയും അദ്ദേഹം വിമർശിച്ചു. പഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെയും ഓപ്പറേഷൻ സിന്ദൂറിടെ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച വീടുകളും എം.എ. ബേബിയും സംഘവും കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളായ ജോൺ ബ്രിട്ടാസ്, എ റഹീം, സിപിഎം ലോക്സഭാ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ എന്നിവരും ബംഗാളിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുള്ള നേതാക്കളും സിപിഎം പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നു. പാക് ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാര തുക ഉയർത്തണം. ഉറിയിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച എം.എ. ബേബി ഷെല്ലാക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം വളരെ കുറവാണെന്നും ഇക്കാര്യം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും പറഞ്ഞു. കേടുപാടുകൾ സംഭവിച്ച വീടുകൾക്കും കെട്ടിടങ്ങൾക്കും സർക്കാർ 1.3 ലക്ഷം രൂപ മാത്രമാണ് നൽകുന്നത്. ഇത് വളരെ കുറഞ്ഞ തുകയാണ്. ഈ വിഷയം പാർട്ടി എംപിമാർ ലോക്സഭയിൽ ഉന്നയിക്കും എന്നാണ് എം.എ. ബേബി പറയുന്നത്. പഹൽഗാം ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിൽ ഷായുടെ കുടുംബാംഗങ്ങളെയും സിപിഎം നേതാക്കൾ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. കാശ്മീരികൾ വർഷങ്ങളായി തീവ്രവാദത്തിനെതിരെ പോരാടുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ഭരണകൂടം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അവഗണിക്കുകയാണ് എന്നും ബേബിയുടെ വിമർശനം. സുരക്ഷാ അവലോകന യോഗങ്ങളിൽ കേന്ദ്രത്തിന്റെ പ്രതിനിധിയായ ലഫ്റ്റനന്റ് ഗവർണറാണ് അധ്യക്ഷത വഹിക്കുന്നത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഒഴിവാക്കപ്പെടുന്നു. തീവ്രവാദത്തെ ചെറുക്കണം, അതിന് യുദ്ധമല്ല പരിഹാരമെന്നാണ് ബേബിയുടെ അഭിപ്രായം. സൈനികപരമായ കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. മെയ് 7 ചില നടപടികൾ രാജ്യം എടുത്തു. അത് അവിടം കൊണ്ട് നിർത്തി ചർച്ചകൾ ആരംഭിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ വേണം. മൂന്നാമതൊരാളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമില്ല എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇതിൽ ഒരു പങ്കുമില്ല എന്നും ബേബി ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീരിന് പൂർണ്ണമായ ജനാധിപത്യ അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടണമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമിയും ആവശ്യപ്പെട്ടു. നിലവിൽ കേന്ദ്രത്തിന്റെ പ്രധാനമാണ്, പ്രാദേശിക സർക്കാരിന് യാതൊരു അധികാരവുമില്ല. കശ്മീരുകാർ ഭിക്ഷ ചോദിക്കാറില്ല, അവർ അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നത് എന്നും തരിഗാമിയുടെ വാദം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.